കേരള ജനത ഒന്നാകെ മയക്കുമരുന്നിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും മറ്റേത് തലത്തിലാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളതാണ്. ആ സമയത്താണ് മലയാള സിനിമയിൽ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള നിലക്ക് ഒരു പറ്റം ആളുകൾ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. ഹോട്ടലിൽ നിന്നും ചാടി സിനിമാ സ്റ്റൈലിൽ ആ ഒരാളുമായിട്ടുള്ള ബന്ധത്തിൽ അവരുണ്ടാക്കി കഴിഞ്ഞ കോപ്രായങ്ങൾക്ക് എതിരായിട്ട് ശക്തമായ നിലയിൽ ഒരു നടി പ്രതികരിക്കുകയും ചെയ്തു. അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടി ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ നടനാണെങ്കിലും അവരുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് സാധിക്കില്ല, എനിക്കെൻ്റെ സിനിമകൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ വിൻസി എന്ന നടി, അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഇങ്ങനെ എല്ലാ നടിമാരും എല്ലാ നല്ലവരായ നടന്മാരും ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മലയാള സിനിമയിലുള്ള മയക്കുമരുന്ന് പ്രയോഗങ്ങൾ. അവരുടെ കൂടെ അഭിനയിക്കരുത്, അവരുടെ കൂടെ നമ്മൾ സിനിമ എടുക്കരുത്, സംവിധാനം ചെയ്യരുത്, അങ്ങനെയുള്ള ആൾക്കാരുടെ സിനിമ നിർമ്മിക്കരുത്, അതേപോലെ തന്നെ അങ്ങനെയുള്ള സിനിമ കാണാൻ വരെ നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നിങ്ങൾ എന്ത് പറയുന്നു ഈ വിഷയത്തിൽ? ഇങ്ങനെ മാതൃകയായി തീരേണ്ട ആളുകൾ തന്നെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ, സ്വാധീനിക്കാൻ തുടങ്ങിയാൽ മലയാള സിനിമയും മലയാളികളും എങ്ങോട്ടാണ് പോകുന്നത്? ശ്രദ്ധിക്കുക, നമ്മളുടെ മോഡലുകൾ ഇവരല്ല, നമ്മളുടെ കുട്ടികളുടെ മോഡലും ഇവരാവരുത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ പറഞ്ഞ് നന്നാക്കാൻ നോക്കുക. നന്നായിട്ടില്ലെങ്കിൽ ഇവരെ നമ്മൾ ഒറ്റപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് പോവുക. സേ നോ ടു ഡ്രഗ്സ്. മുനീർ അൽ വഫ, വിത്ത് ലവ്.